ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം മലയാളം ഇൻ്റഗ്രേഷൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടാലോ? പ്രവർത്തനം 1, കഥ എഴുതാം. ആഘോഷത്തിൻ്റെ ഭാഗമായി കഥ പറയൽ മത്സരം നടന്നു. സിംഹരാജൻ വൈകിയതിനെ കുറിച്ചുള്ള കഥയാണ് ലാലുമുയൽ പറഞ്ഞത്. ലാലുമുയൽ പറഞ്ഞ കഥ എന്തായിരിക്കും? എഴുതി നോക്കൂ. അപ്പോൾ കൂട്ടുകാരി, ഒരു കഥ എഴുതാനാണ് പറഞ്ഞത്. കാട്ടിലൊരു ആഘോഷം നടക്കുകയാണ്. അപ്പോൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ വെച്ചു. ആ മത്സരത്തിൽ നമ്മുടെ കാട്ടിലെ രാജാവ് നേരം വൈകിട്ട് വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഥ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? കൂട്ടുകാർ തനിയെ ഒരു കഥ ഒന്ന് ചിന്തിച്ച് നോക്കി. എന്തെങ്കിലും ഒരു കഥ കൂട്ടുകാർക്ക് എഴുതാൻ കഴിയുമോ? കാട്ടിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഈ മത്സരത്തിന് പങ്കെടുക്കാൻ സിംഹരാജനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിംഹരാജൻ മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് വരുന്ന വഴിക്ക് എന്തുണ്ടായി? മന്ത്രി കുറുക്കനെ കണ്ടു. കുറുക്കനെ കണ്ട സന്തോഷത്തിൽ സിംഹരാജൻ കുറുക്കനോട് കുശലം ചോദിച്ച് കുറുക്കനുമായി സംസാരിച്ച് നടക്കവേ കുറുക്കൻ സിംഹരാജനെ വീട്ടിലേക്ക് വിളിച്ചു. തൻ്റെ ഓണസദ്യയിൽ പങ്കെടുക്കാൻ കുറുക്കൻ നിർബന്ധിച്ചപ്പോൾ സിംഹരാജൻ സ്നേഹത്തിൻ്റെ പേരിൽ ആ ക്ഷണം സ്വീകരിച്ച് കുറുക്കൻ്റെ വീട്ടിൽ പോയി. ഓണസദ്യ കഴിച്ച സിംഹരാജൻ ഒന്ന് മയങ്ങിപ്പോയി. അപ്പോഴേക്കും കാട്ടിൽ ഓണക്കളി തുടങ്ങിയിരുന്നു. സിംഹരാജൻ എഴുന്നേറ്റപ്പോൾ സമയം കുറച്ച് വൈകി. അങ്ങനെ സിംഹരാജനും മന്ത്രി കുറുക്കനും കൂടി വേഗം ഓണക്കളി പങ്കെടുക്കാനായി വന്നു. ഇത് ടീച്ചർ ഉണ്ടാക്കിയ ഒരു കഥയാണ് കേട്ടോ. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു കഥ ഇഷ്ടമുള്ള രീതിയിൽ സിംഹരാജൻ ഏതെങ്കിലും ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ നേരം വൈകി, അതിൻ്റെ ഒരു ചെറിയൊരു കാരണവുമായിട്ട് ഒരു കഥ ഉണ്ടാക്കി അത് പൂർത്തീകരിക്കാനാണ് പറയുന്നത്. അടുത്തത് ആ കഥയുടെ പേര്. അപ്പോൾ നിങ്ങളുണ്ടാക്കിയ കഥയ്ക്ക് ഒരു പേര്, അനുയോജ്യമായൊരു പേര് നൽകുക. അപ്പോൾ ടീച്ചർ അവിടെ സിംഹരാജനും കുറുക്കൻ മന്ത്രിയും, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സിംഹരാജനും കുറുക്കൻ മന്ത്രിയുടെ സദ്യ, അല്ലെങ്കിൽ വൈകിപ്പോയ സിംഹരാജൻ, എന്തു വേണമെങ്കിലും കഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് തലക്കെട്ട് അല്ലെങ്കിൽ കഥയ്ക്കൊരു പേര് നൽകാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പലഹാരക്കടയുടെ ചിത്രമാണ് അവിടെ തന്നിരിക്കുന്നത്. ആ ഹോട്ടൽ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കട ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ഇതേ നല്ലൊരു സുന്ദരി കാക്ക നിൽക്കുന്നു. അവിടെ ഒരാൾ ചായാറ്റാൻ നിൽക്കുന്നു അല്ലേ? ഇനി നമുക്ക് വായിച്ചു നോക്കാം. ഈ സുന്ദരി കാക്ക ഹോട്ടലിൽ കണ്ട ആഹാര സാധനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. നെയ്യപ്പം, വാഴപ്പഴം, ഇഡലി, പഴംപൊരി, ഇടിയപ്പം, ഓറഞ്ച്, ഇലയട, ഉഴുന്നുവട, മുന്തിരി. ഇങ്ങനെ സുന്ദരിക്കാക്ക ഹോട്ടലിൽ കണ്ട ആഹാര സാധനങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. 3 കോളങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ എന്താ? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത്. അതേതൊക്കെയാ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത്? വാഴപ്പഴം, ഓറഞ്ച്, മുന്തിരി, ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന്, നമ്മുടെ ചെടിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് അല്ലേ? അതാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് ആവിയിൽ വേവിച്ചത് ഏതൊക്കെയാ? നെയ്യപ്പം, ഇഡലി, ഇടിയപ്പം, ഇലയട, ഇതൊക്കെ ആവിയിൽ വേവിച്ചതാണ്. അടുത്തത് ഇനി എന്തിനാവും? പഴംപൊരി എന്ന് മാത്രമാണ് തന്നിട്ടിരിക്കുന്നത് അല്ലേ? പഴംപൊരി എങ്ങനെയാ ഉണ്ടാക്കുക? എണ്ണയിൽ പൊരിച്ചെടുത്താണ് അല്ലേ പഴംപൊരി ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് എന്താവും അതിൻ്റെ ഹെഡിങ്? എണ്ണയിൽ പൊരിച്ചത് ഏതൊക്കെയാ? പഴംപൊരി, ഉഴുന്നുവട. അപ്പം ഇതൊക്കെ നമ്മൾ എണ്ണയിൽ പൊരിച്ചതിൽ എഴുതണം. അപ്പോൾ സുന്ദരിക്കാക്ക കണ്ട പലഹാരങ്ങളിനെ 3ആയി തരംതിരിക്കണം. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത്, ആവിയിൽ വേവിച്ചത്, എണ്ണയിൽ പൊരിച്ചത്. ഇങ്ങനെ 3 എണ്ണത്തിലും നമ്മൾ പട്ടിക തരംതിരിച്ച് എഴുതണം. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. സംഭാഷണം. അടുത്ത ദിവസം സുന്ദരിക്കാക്ക പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കാതെ മയിലമ്മയുടെ അടുത്തെത്തി. അവർ തമ്മിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകും? സംഭാഷണം പൂർത്തിയാക്കൂ. അപ്പോൾ സുന്ദരിക്കാക്കയും
മയിലമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് നാം എഴുതേണ്ടത്. സുന്ദരിക്കാക്ക പുതുവത്സര ആഘോഷത്തിലൊന്നും പങ്കെടുക്കാതെ മയിലമ്മയുടെ അടുത്തെത്തിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങളുടെ ഭാവനയിലുള്ളത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.